Now the time is 7:15. Okay. This is my house. Here I am. Me and my mother alone here, not any other bastard. This is the SNDP building and we are here, not any other places. Okay, this is the road. This bastard Subramanian will be sitting in his car porch, this and that. Okay, ഭയങ്കര ഡ്രാമയാണ് അവൻ അവിടെ ഇരുന്നുകൊണ്ട്. അവൻ ഇവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഡ്രാമയാണ്. അവൻ്റെ റോഡ് സൈഡൊന്നുമല്ല. ഇങ്ങനെ ഭയങ്കര കള്ളത്തര ഡ്രാമകളാണ്. കണ്ടല്ലോ, ഇത് SNDP. ഇവിടുന്ന് ഇത്രയേ ഉള്ളൂ ദൂരം. ഇങ്ങനെ ഭയങ്കര സംബന്ധ ഡ്രാമകൾ ഉണ്ടാക്കലാണ് ഇവൻ്റെയൊക്കെ പണി. സംബന്ധ ഡ്രാമകൾ. ആരാണ്ടയുടെ കൂടെയാണ് രാത്രിയിൽ. ഇതൊക്കെയാണ് ഇവന്മാരുടെ കഥകൾ. അങ്ങ് കഥ പറച്ചിലാണ്. എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നത് മാത്രം ഇങ്ങനെ. ഇവൻ വിളിക്കുന്ന തെറിവിളികളൊന്നും ആരും കാണത്തില്ല. എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബിനെ ഇതാക്കി. ബാക്കി ആരും 12 വ്യൂസ് ഇവരുടെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. ബാക്കി ആരും ഒന്നും കാണത്തില്ല. മനസ്സിലായില്ലയോ? ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടികൾ ഇവന്മാരുടെ. ഇവൻ്റെ തെറിവിളി കേട്ട ഇവനെ അടിക്കാത്തവർ ചാടി വന്ന് അടിക്കും. അത്ര തെറിവിളിയാണ് ഇവൻ. തെറി മാത്രമേ ഇവൻ വിളിക്കത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ്. അവൻ്റെ തെറിവിളി മായും പൂവും ഒക്കെ കൂട്ടിയാണ് ഇവൻ്റെ തെറിവിളികളെല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ തെറിയാണ് ഇവൻ വിളിക്കുന്നത്. പിന്നെ ഇവനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കുന്നത് പോലെ. ഇവനങ്ങ് നമ്മുടെ കഥകൾ പറയാം. 50 വയസ്സ്. ഇവൻ 50 വയസ്സെങ്കിൽ ഇവൻ എന്താ 50 60 ആവും, 70 ആവും, 80 ആവും, 90 ആവും, 100 ആവും. നിനക്കെന്താടാ? ഇവനങ്ങ് ഭയങ്കര ഇവനങ്ങ് രോഗം കേട്ടില്ലേ? ഇവനെന്തൊക്കെയോ രോഗം. പിന്നെ എന്താണ് 16 വിചാരം. ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മുക്കും വരും, മുകേഷ് കുമാർ എൻ്റെ പാർട്ട്ണർ വരും. അപ്പം ഇവന്മാരുടെ ചില കള്ളത്തര കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിനങ്ങ് ക്രിമികടിയും കൊണ്ടങ്ങ് സഹി കെട്ട് നടക്കുകയാണ് ഇവന്മാർ. മനസ്സിലായില്ലേ? ഇതാണ് ഇവന്മാരുടെ രോഗം. മനസ്സിലായി? അതാണ് ഇവന്മാരുടെ രോഗം. വേറൊന്നുമല്ല ഇവന്മാരുടെ രോഗം. ഇതാണ് ഇവന്മാരുടെ രോഗം. ഇതിങ്ങനെ അങ്ങ് ഇതാക്കുക. എന്തൊക്കെയോ പിന്നെ ഇവന്മാർ വിചാരിക്കുന്ന ആരെ കൊണ്ടൊക്കെയോ അങ്ങ് സംബന്ധ കഥകളുണ്ടാക്കുക, കള്ളത്തര കഥകൾ. ഞാനും എൻ്റെ അമ്മയും കൂടെ ആണെന്നത്. ഇത് നിങ്ങൾക്ക് 100% എൻ്റെ അപ്ലോഡിങ്സിലെല്ലാം ഉണ്ട്. ഇവിടെ ആരെങ്കിലും വന്നാൽ എനിക്ക് നല്ലപോലെ അപ്ലോഡ് ചെയ്യാനും അറിയാം, വരുന്നവരെ. മനസ്സിലായില്ലേ? അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ കണ്ടവരെ ഒന്നും കയറ്റി വെക്കേണ്ട യാതൊരു കാര്യമില്ല. എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് രാജസ്ഥാനി മുക്കും കോച്ചർ എന്ന് പറയുന്ന മുകേഷ് കുമാർ, അഡ്വക്കേറ്റ് മുകേഷ് കുമാറാണ്. എനിക്ക് കണ്ട തെമ്മാടികളെയൊന്നും പാർട്ട്ണറായിട്ട് ഇവിടെ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരിടത്തും പോയി ഉറങ്ങേണ്ട കാര്യമില്ല. എനിക്ക് നല്ല ഉറങ്ങാൻ പറ്റിയ എൻ്റെ വീടുണ്ട്. ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. കണ്ടടമൊന്നും നിരങ്ങേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിലായില്ലയോ? നമ്മളിവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഇവിടെ എങ്ങും പോകേണ്ട കാര്യമില്ല. ഞങ്ങളുടെ 3 ക്യാമറ 3 ഇത് സുബ്രഹ്മണ്യൻ്റെ അവിടോട്ടാണ്. ഇതും ഹോളും വേറെ എവിടെയൊക്കെയോ ആണെന്നൊക്കെയുള്ള ഡ്രാമയാണ്. നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടില്ലേ? ഇതാണ് എൻ്റെ വീട്. ഈ ആർച്ച് ഇത് എല്ലാം നിങ്ങൾ കണ്ടോണം കേട്ടല്ലോ. ഇങ്ങനെയാണ് ഇവരുടെ ഒന്നും ഹോൾ ഇങ്ങനെയല്ല. പിന്നെ അതുപോലെ ടോട്ടലി ഡിഫറെൻ്റാണ് എൻ്റെ വീട്. ഇത് ഒറ്റ നിലയാണ്. ഇങ്ങനത്തെ ടൈൽസ് താച്ച്ഡാണ്. വേറൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇത് പഴയ വീടാണ്. ഇവിടാണ് ഞാൻ താമസിക്കുന്നത്. സഹദേവ മന്ദിരത്തിലാണ്. ഇങ്ങനെ അങ്ങ് ഡ്രാമയും കൊണ്ട് നടക്കുക സുബ്രഹ്മണ്യൻ. അങ്ങ് ഡ്രാമ. ഇവനങ്ങ് തെറിവിളി അഭിഷേകം. അവൻ എന്തൊക്കെയോ ഇതാക്കുന്നു. അവൻ്റെ തെറിവിളി അഭിഷേകം കൊണ്ട് അവനങ്ങ് നടക്കുകയാണ്. അവൻ എന്തൊക്കെയോ സാധിക്കണം, എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കണം. അപ്പം ലേസർ അടിയാണ്. ഇങ്ങനെ നമ്മുടെ തലയുടെ മണ്ടയുടെ ഇവിടോട്ട് ഇങ്ങനെ മുടി കൊഴിക്കണം. അങ്ങനെ കുറേ പേരിങ്ങനെ അവർക്കറിയാമല്ലോ. അപ്പം നമ്മൾ ലേസർ ഇതെല്ലാം ഗൂഗിളിനകത്തുള്ള കാര്യങ്ങളാണ്. ലേസർ അടിക്കുന്നതും മറിച്ചതും എല്ലാം ഗൂഗിളിനകത്തുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇല്ലാത്തതൊന്നുമല്ല. ആൾക്കാർക്കറിയാം, പോലീസിനറിയാം. ആപ്പിൽ കൂടെ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പിരികെടുക്കുന്നതിൻ്റെ പാട് എല്ലാ സൈതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. പിരികെടുത്ത പാട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിലും പോകാറില്ല. നമ്മളിവിടെ തന്നെയാണ്. നമ്മുടെ കയ്യിലൊരു പുരിക എടുക്കാറേ ഇല്ല. നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള ഒരു എക്യുപ്മെൻസും ഇല്ല. നമ്മുടെ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകുന്ന ആളല്ല. മനസ്സിലായില്ലേ? അപ്പം പിന്നെ നമ്മുടെ പോയിസണസ് ഗ്യാസ് അടിക്കുന്നത്, പിന്നെ നമ്മുടെ ഈ സ്മോക്ക് ഇങ്ങനെ അടിക്കുന്നതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ വ്യക്തമായ ചിത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ CCTV ക്യാമറയിൽ 2019-20 കാലഘട്ടത്തിൽ അടിച്ചതും പിന്നെ ഈ ഇവിടെ ഇതാക്കിയതും പിന്നെ അന്ന് മുതൽ ഇവൻ ശല്യം ചെയ്യുന്നതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ് നമ്മുടെ ഇവിടെ വന്ന് നിന്നുകൊണ്ട് കുറേ ഡ്രാമ ഇവൻ്റെ കൊച്ചുമോളുമായിട്ട് നടത്തിയതിൻ്റെ എല്ലാം തെളിവ് സഹിതം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. മനസ്സിലായില്ലയോ? അന്നും
അപ്പോൾ ഇവന് എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ഇൻഷുറൻസ് അടിക്കണം. അപ്പോൾ ഇൻഷുറൻസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ അങ്ങ് നടക്കുക, എന്തൊക്കെയോ ഇൻഷുറൻസ് അടിച്ച് ജീവിക്കാൻ കുറേ ആൾക്കാരിങ്ങനെ നടക്കുകയാണ്. പ്രീതായസ് പണിക്കറോ വിജൂപിയോ ഇവനൊക്കെ ഇങ്ങനെ നമ്മളെ വെച്ച് ഇൻഷുറൻസ് അടിക്കണം, നമ്മളെ എങ്ങനെങ്കിലും കൊല്ലണമെന്ന് ഇപ്പം ഒത്തിരി പേര് ഇങ്ങനെ വകവരുത്തുന്നുണ്ട്. സ്ലോ ആക്ടിങ് പോയിസൺ, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വത്ത് മുതൽ 146 സെൻറ്റ് സ്ഥലവും ഈ വീടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതാക്കണം. ഇന്നലെ അവൻ പറയുകയാണ് അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ വിൽക്കും. എനിക്ക് വിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല, മനസ്സിലായില്ലേ? എനിക്ക് വിൽക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് 146 സെൻറ്റ് സ്ഥലത്തിൽ ഇവിടെ ഭരണിക്കാവ് വില്ലേജിൽ 1 സെൻറ്റ് സ്ഥലം പോലും വിൽക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നമ്മുടെ തെക്കേക്കര വില്ലേജിൽ ഒരു 52 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് അത് ഭാവിയിൽ എന്നെങ്കിലും വിൽക്കും, അത്രയേ ഉള്ളൂ. ഭാവിയിൽ എന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ വിൽക്കുമ്പോൾ ഇതുപോലെ പിടിച്ചെല്ലാം നമ്മളിടും. നമ്മൾ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം തെളിവ് സഹിതം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് തെളിവ് സഹിതം ഉണ്ടാക്കി നമ്മൾ യൂട്യൂബിൽ ഏതാണ് എഴുതി കൊടുക്കുന്നത്, നക്കൽ കൊണ്ട് എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ നക്കൽ കൊണ്ട് വായിക്കുമല്ലോ, അന്നേരം തന്നെ എല്ലാം നമ്മൾ കോപ്പി എല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, പിന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, നമ്മൾ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതാണ് തെളിവായിട്ട് വെക്കുകയും ചെയ്യും. 10 പേരെ അറിയിക്കുകയും ചെയ്യും. 10 പേരെ അറിയിച്ചിട്ട് ഇനിയുള്ള കാര്യങ്ങൾ നടത്തത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ഇപ്പം നാട്ടുകാർക്കെല്ലാം അറിയാം എൻ്റെ സ്വത്തുക്കളെക്കുറിച്ചും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചെല്ലാം. കണ്ടവർക്കൊന്നും കൊടുക്കാനില്ല എൻ്റെ സ്വത്തും മുതലും ഒന്നും, മനസ്സിലായില്ലേ? ഇവിടെയാണ് ഞാൻ, എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ